ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം പുസ്തകമായി തന്നെ എഴുതിയ ആളാണ് ശ്രീ EMS നമ്പൂതിരിപ്പാട്. അപ്പോൾ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ അദ്ദേഹം സവർക്കറിനെ കുറിച്ച് പറയുന്നത് എന്താണ് എന്ന് നോക്കാം. അഭിനവ ഭാരത് എന്ന പേരിൽ രഹസ്യ ഗ്രൂപ്പുകൾ മഹാരാഷ്ട്ര സംസ്ഥാനത്തിന്റെ നാനാഭാഗത്തും ഉയർന്നു വന്നു. അതിന്റെ നേതാവായ വിനായക ദാമോദര സവർക്കർ പിന്നീട് തന്റെ പ്രവർത്തന രംഗം ഇംഗ്ലണ്ടിലേക്ക് മാറ്റുകയും അവിടെ നിന്ന് കിട്ടാവുന്ന എല്ലാ സഹായങ്ങളും നേടി ഇന്ത്യയിൽ ഒരു വിപ്ലവം നടത്താൻ ശ്രമിക്കുകയും ചെയ്തു. മഹാരാഷ്ട്രയുടെ നാനാഭാഗത്തും ശാഖകളുള്ള ഈ ഗ്രൂപ്പ് ആ സംസ്ഥാനത്ത് മാത്രമല്ല ഇന്ത്യയിലാകെ തന്നെ വിപ്ലവ പ്രസ്ഥാനം വളർന്നു വരുന്നതിൽ അതിപ്രധാനമായ പങ്കുവഹിച്ചു. ഒന്നാലോചിച്ച് നോക്കുക, റവല്യൂഷണറീസ് ഉണ്ടാകുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം, അവരെ ഇൻസ്പയർ ചെയ്തിരിക്കുന്നത് സവർക്കറും അദ്ദേഹത്തിന്റെ ശ്രമങ്ങളുമാണ് എന്നാണ് EMS പറയുന്നത്. EMS ഇങ്ങനെ തുടരുകയാണ്. സ്വാതന്ത്ര്യ സമരത്തിൽ സജീവമായി പങ്കുവഹിച്ച് ദീർഘകാല തടവിന് വിധിക്കപ്പെട്ട വിനായക് ദാമോദർ സവർക്കർ ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന തലക്കെട്ടിൽ ഒരു ഗ്രന്ഥം തന്നെ എഴുതുകയുണ്ടായി. ഒന്നാലോചിച്ച് നോക്കുക, ഈ സെന്റൻസ് തുടങ്ങുന്നത് സ്വാതന്ത്ര്യ സമരത്തിൽ സജീവമായി പങ്കുവഹിച്ച് ദീർഘകാല തടവിന് വിധിക്കപ്പെട്ട വിനായക ദാമോദർ സവർക്കർ എന്നാണ്. നോക്കുക, 1966 കപൂർ കമ്മീഷനൊക്കെ വന്നതിന് ശേഷം, എത്രയോ കാലം കഴിഞ്ഞതിന് ശേഷമാണ് ഇന്ദിരാഗാന്ധി അദ്ദേഹത്തിന്റെ പേരിൽ ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഔദ്യോഗികമായിട്ടുള്ള പോസ്റ്റൽ സ്റ്റാമ്പ് ഇറക്കിയത് എന്നാലോചിച്ച് നോക്കുക. സവർക്കറുടെ ബർത്ത് സെന്റിനറി സെലിബ്രേഷൻസ് നടക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട് പേഴ്സണൽ കോൺട്രിബ്യൂഷൻ, ധനസഹായം നൽകിയിരുന്ന വ്യക്തിയാണ് ഇന്ദിരാഗാന്ധി എന്നത് മറന്നുകൂടാ. തന്നെയുമല്ല, ആ കാലത്തുണ്ടായിരുന്ന നിരവധി കോൺഗ്രസ് നേതാക്കന്മാർ 1990 വരെ നമ്മുടെ KR നാരായണൻ അടക്കമുള്ള, PV നരസിംഹറാവു അടക്കമുള്ള കോൺഗ്രസ് നേതാക്കന്മാർ സവർക്കറുടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കോൺട്രിബ്യൂഷൻസിനെ എല്ലാം തന്നെ അങ്ങേയറ്റം ശ്ലാഘിച്ചിട്ടുള്ള ആൾക്കാരാണ് എന്നതും മറന്നുകൂടാ. അപ്പോൾ ഇവിടെ ശ്രീ ബ്രിട്ടാസ് മനസ്സിലാക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നമ്മുടെ നാട്ടിലുള്ള കോൺഗ്രസ്സുകാർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും എല്ലാം തന്നെ ഒരു കാലഘട്ടം വരെ സ്വീകാര്യനായിരുന്ന ഒരു വ്യക്തിയായിരുന്നു VD സവർക്കർ. പക്ഷെ പിന്നീട് ഒരു സമയത്ത് ഇവിടെ BJP ഗവൺമെന്റ് ഉണ്ടാവുകയും അവർ ഒരുപക്ഷെ ഈ RSSന്റെ ഭാഗമല്ലാതിരുന്നിട്ട് കൂടി സവർക്കറെ ഒരു ദേശീയ ഐക്കൺ എന്ന രീതിയിലേക്ക് അവർ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുകയും ചെയ്തു തുടങ്ങിയ സമയം മുതലാണ് ഈ ഒരു വിരോധം ഈ ആൾക്കാർക്ക് എല്ലാവർക്കും സവർക്കറോടുണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് സവർക്കർക്കെതിരെ അതിശക്തമായിട്ടുള്ള പല പ്രസ്താവനകളും നടത്തുന്നത്. അദ്ദേഹം ബ്രിട്ടീഷുകാരുടെ ഷൂ നക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞത്